iPhone 16 നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് സെറ്റിംഗ്സ് ആണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ കറക്റ്റായിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസും ഇതിൻ്റെ പെർഫോമൻസ്, ബാറ്ററി ലൈഫ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത്, നമ്മുടെ ഈ ചാനൽ കംപ്ലീറ്റ് ആയിട്ടും ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ് മാത്രമാണ് നമ്മൾ ചെയ്യാറ്. അതായത് ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിംഗ്, റിവ്യൂസ്, അതിൻ്റെ ടിപ്സ്, ട്രിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതിലൊരു ആപ്പിൾ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിനകത്തുള്ള വീഡിയോസ് കാണുക, ഉപകാരപ്പെടുന്നത് മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിസിക്കലായിട്ടുള്ള ബട്ടൺസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോണിൽ നമുക്ക് ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആദ്യം സെറ്റിംഗ്സ് എടുക്കുന്നുണ്ട്. സെറ്റിംഗ്സ് എടുത്ത് നമ്മൾ നേരെ താഴോട്ട് തന്നെ നമുക്കിവിടെ ആക്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആക്ഷൻ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് കട്ടാണ് ഇതിനകത്ത് റൺ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് കുറേയധികം ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് സൈലൻറ്റ് മോഡ് ഉണ്ട്, ഫോക്കസ്, ക്യാമറ, വിഷ്വൽ ഇൻ്റലിജൻസ്. ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ആദ്യം ഈ ഒരു ഫോൺ ഇറങ്ങിയ സമയത്ത് ഇതിനകത്ത് വിഷ്വൽ ഇൻ്റലിജൻസ് ഈ ഒരു ഫോണിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 18.4 വന്നപ്പോൾ അതിനകത്ത് എല്ലാ ഫോൺസിലേക്കും നമുക്കതിപ്പം അവൈലബിൾ ആണ്. ഫ്ലാഷ് ലൈറ്റ്, വോയിസ് മെമ്മോ, ട്രാൻസ്ലേറ്റ്, മാഗ്നിഫയർ, കൺട്രോൾസ്, ഷോർട്ട് കട്ട്, പിന്നെ ആക്സസിബിലിറ്റി. പിന്നെ നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്കാവാത്ത രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി ഞാനത് ഇപ്പം നമുക്ക് മാക്സിമം ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് ഞാനതൊരു ഷോർട്ട് കട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട്സ് ഇത് ത്രൂ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. സൈലൻറ്റ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനതിപ്പം കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഞാൻ അവിടെ ലിങ്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കുറേയധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം മ്യൂട്ട്, ഫ്ലാഷ് ലൈറ്റ്, സ്ക്രീൻഷോട്ട്, ക്യാമറ, വോയിസ് മെമ്മോ, റെക്കഗ്നൈസ് മ്യൂസിക്, റീസ്റ്റാർട്ട്, ഷട്ട് ഡൗൺ. അപ്പോൾ നമുക്ക് ഈ ഒരു പവർ ബട്ടണൊക്കെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷട്ട് ഡൗൺ ഫീച്ചറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫോൺ പവർ ഓഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് വിഷ്വൽ ഇൻ്റലിജൻസ് ആയിരിക്കും ആദ്യം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്തുകൊണ്ട് ഞാനത് വിഷ്വൽ ഇൻ്റലിജൻസ് സെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ കാരണം, വിഷ്വൽ ഇൻ്റലിജൻസ് നമുക്കിപ്പോൾ ഒരു കൺട്രോൾ സെൻറ്റർ ഐക്കണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കാറില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഫീച്ചേഴ്സ് വേണം നമ്മൾ ഈ ഒരു ആക്ഷൻ ബട്ടണിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐക്കണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത, ഒത്തിരിയധികം പേര് അത് യൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന ഫീച്ചർ നമുക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ സെൻറ്റർ ഐക്കണായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത ബട്ടൺ നമുക്ക് വരുന്നത് നമുക്ക് വോളിയം അപ്പ് ഡൗൺ ആണ്. വോളിയം അപ്പ് ഡൗണിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് അടുത്ത ബട്ടൺ വരുന്നത് നമുക്ക് പവർ ബട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു പവർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പവർ ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് കുറേ പേർ ചോദിക്കാം. റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ രാത്രി കാലങ്ങളിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരിയധികം ലൈറ്റ് ആയിരിക്കും ഒരു ഫോണിൽ നിന്ന് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു ഫോണിലുണ്ട്. അപ്പോൾ ഈ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ നോർമൽ, ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചാലും ആ ഒരു ബ്രൈറ്റ്നസ് ലെവൽ ഒരു പരിധി വരെ ആ ലൈറ്റ് നമുക്ക് കുറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഏറ്റവും കുറഞ്ഞ ബ്രൈറ്റ്നസ് നിന്ന് പിന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇത്തരത്തിലാണുള്ളത്. ഞാൻ ഇപ്പോൾ എൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഐക്കൺസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കാണിച്ചു തരാം. റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് ഇനേബിൾ ചെയ്യാനായിട്ട് ഈ പവർ ബട്ടൺ നമ്മൾ 3 തവണ പ്രസ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് യൂസ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. അപ്പോൾ ഈ ബ്രൈറ്റ്നസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് മാറ്റണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പവർ ബട്ടൺ 3 തവണ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റിൽ നിന്ന് നമ്മുടെ നോർമൽ ബ്രൈറ്റ്നസ്സിലേക്ക് നമ്മുടെ ഫോൺ വരുന്നതായിരിക്കും. അപ്പോൾ ഈ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് എങ്ങനെ നമ്മുടെ ഫോണിൽ ഇനേബിൾ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് തിരിച്ചു കൊണ്ടുവരാം. അപ്പം ബ്രൈറ്റ്നസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആക്സസിബിലിറ്റിയിൽ പോവുക, ഡിസ്പ്ലേ ടെക്സ്റ്റ് സൈസ് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് നമുക്കിവിടെ ഇനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് നമ്മുടെ ഫോണിൽ ഇനേബിൾ ചെയ്യാനായിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഞാൻ ഒന്നും കൂടെ എടുത്ത് കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോവുക, താഴേക്ക് വന്ന് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇത് സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാണ് ഇവിടെ റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ കൂട്ടിയും കുറയ്ക്കാൻ ചെയ്യാമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. റെഡ്യൂസ് വൈറ്റ് പോയിൻ്റ് ഈ ഒരു ടോഗിൾ ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ലൈഡർ കിട്ടുന്നതായിരിക്കും. ഈ ഒരു സ്ലൈഡറിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറയുകയും കൂടിയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നൈറ്റ് ടൈമിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു 80% ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു ലെവലാണ്. അപ്പോൾ ഒരു 80% ഒക്കെ നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂയിങ് ആംഗിൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്നാൽ അത്ര വലിയൊരു
നിങ്ങളുടെ കണ്ണിനൊരു സ്ട്രെയിൻ വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വരത്തില്ല. അപ്പോൾ ഈ റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഫോണിൽ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഫോൺ യൂസ് ചെയ്യുമ്പം അത്യാവശ്യം കണ്ണിന് സ്ട്രെയിൻ കുറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ബട്ടൺസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിസിക്കൽ അല്ലാത്തൊരു ബട്ടൺ നമ്മുടെ ഐഫോണിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ബാക്ക് ടാപ്പ് എന്നുള്ള ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു ബാക്ക് ടാപ്പ് എന്നൊരു ഫീച്ചർ യൂസ് ചെയ്ത് നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എൻ്റെ നോർമലി എല്ലാവരും ബാക്ക് ടാപ്പ് യൂസ് ചെയ്ത് സ്ക്രീൻഷോട്ട് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ കാട്ടും ഞാൻ എൻ്റെ ആക്ഷൻ ബട്ടണിൽ ഓൾറെഡി എനിക്ക് സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ടോഗിൾ എനിക്ക് അവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ ബാക്ക് ടാപ്പ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ആപ്പ് സ്വിച്ചറായിട്ടാണ് ഞാൻ ഇപ്പം ബാക്ക് ടാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബാക്ക് ടാപ്പ് നമുക്ക് ഡബിൾ ടാപ്പിൽ നമുക്ക് ട്രിപ്പിൾ ടാപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അത്തരത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡബിൾ ടാപ്പിലോ ട്രിപ്പിൾ ടാപ്പിലോ നിങ്ങൾക്ക് വർക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന 2-in-1 ക്യാമറയാണ് വരുന്നത്. 2-in-1 ഫ്യൂഷൻ ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. അതായത് 2 ലെൻസസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് 2 ടൈപ്പ് സൂം ലെൻസ് ഉള്ള ക്യാമറയാണ് നമുക്കിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. ഇവിടെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ലെൻസസ് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. ഇപ്പം 1x ഉണ്ട്, നമുക്ക് 2x ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 2 ടൈപ്പ് സൂമിങ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പലവരും ചെയ്യുന്നത് ഈ 1x ആയിരിക്കും ക്യാമറ ഓപ്പൺ എന്ന് പറഞ്ഞാൽ പോയിട്ട് ഇത്തരത്തിൽ പിഞ്ച് ചെയ്തായിരിക്കും സൂം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചെറിയ ഒരു ക്വാളിറ്റി ലോസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടെ സൂംഡ് ആയിട്ടുള്ള ഷോട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു 2x യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയിലായിരിക്കും നമുക്ക് ആ ഒരു ഫോട്ടോസ് കിട്ടുക. നമ്മൾ ഈ പിഞ്ചിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ലെൻസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ 1x 2xൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 1.6 ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സൂംഡിനായിട്ടുള്ള ഷോട്ട് ആകുമ്പോഴത്തേക്കും ആ ഒരു ഒപ്റ്റിക്കൽ സൂമിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി നമുക്കതിനകത്ത് ലഭിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് സൂമിങ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2x യൂസ് ചെയ്ത് ഈ ലെൻസ് യൂസ് ചെയ്ത് മാത്രം നിങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാവുന്ന സമയത്ത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെക്ഷനിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു ക്യാമറയുടെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാമെന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോണിലൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ സെൻസറിൻ്റെ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടും വെറും 12 മെഗാ പിക്സൽ മാത്രമേ നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കറക്റ്റായിട്ട് 48 മെഗാ പിക്സലിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ക്യാമറ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫോട്ടോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫോട്ടോ മോഡ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ 24 മെഗാ പിക്സലാണ് ഇനേബിൾ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തൊട്ട് താഴെ ഇവിടെ കണ്ടും റെസല്യൂഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നേരെ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുകളിലായിട്ട് HEIF എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള 48 മെഗാ പിക്സൽ ഇപ്പം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിട്ടും 48 മെഗാ പിക്സലാണ് നമ്മളിപ്പം ഫോട്ടോ എടുക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫോണിൻ്റെ മെമ്മറി ഈ ഒരു ഫോട്ടോയുടെ മെമ്മറി നമുക്ക് 13.4 MB ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പുള്ള ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മെമ്മറി കുറച്ചും കൂടെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മെമ്മറി കുറഞ്ഞ ഫോണാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പേസ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു 48 മെഗാ പിക്സൽ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്കിവിടെ ഫോർമാറ്റ്സ് തന്നെ ഇവിടെ കണ്ടും ഹൈ എഫിഷ്യൻസി എന്നുണ്ട്, മോസ്റ്റ് കോമ്പാക്റ്റബിൾ എന്നും പറഞ്ഞ് 2 എണ്ണം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹൈ എഫിഷ്യൻസി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഒത്തിരി ഡിവൈസിൽ അത് സപ്പോർട്ട് ആവില്ല. കാരണം കറക്റ്റായിട്ടുള്ള ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ഫോണിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ മാക്സിമം ആപ്പിൾ ഡിവൈസിലായിരിക്കും കൂടുതലായിട്ടും ഇത് സപ്പോർട്ട് ആവുക. പിന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പാടാണ്. അതായത് കൂടുതലായിട്ട് എല്ലാ ഡിവൈസിലും അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോസ്റ്റ് കോമ്പാറ്റബിൾ എന്ന് പറഞ്ഞൊരു ടോഗിലൂടെ കിട്ടുന്നതായിരിക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് JPEG എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ആയിരിക്കും നിങ്ങളുടെ ഫോട്ടോസ് ഷൂട്ടാവുക. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ഫോട്ടോസ് ആപ്പ് ഒന്നുകൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോസ് ആപ്പ് എടുത്തു. ഇപ്പോൾ ഇത് ഞാൻ മുമ്പെടുത്ത ഫോട്ടോയാണ്. ഇതിൻ്റെ ഒരു റെസൊല്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. HEIF എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ കുറച്ചും പേരുടെ മുകളിൽ പോയിട്ട് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ HEIF ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ആ ഒരു മോഡിലാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇപ്പോൾ എൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ HEIFന് പകരം ഇപ്പോൾ JPEG എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ ഞാനൊരു JPEG ഇനേബിൾ ചെയ്യുന്നുണ്ട്. JPEG ഇനേബിൾ ചെയ്തിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും JPEG എന്നത് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റെസൊല്യൂഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 48 മെഗാ പിക്സലാണ്. മെമ്മറി അത്യാവശ്യം 6.2 ആയിട്ട് കുറഞ്ഞു. മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ അത് 13 സംതിങ് ആയിരുന്നു. ഇപ്പോൾ അത് നേരെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡിവൈസിൽ ഈ ഒരു ഫോട്ടോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ JPEG എടുക്കുക.
ക്വാളിറ്റിയൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും, പക്ഷേ മെമ്മറി നിങ്ങൾക്ക് അത്യാവശ്യം കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കുറച്ച് മെമ്മറി കുറഞ്ഞ ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ JPEG ഫോർമാറ്റിൽ തന്നെ ഫോട്ടോസ് എടുക്കുക. 48 മെഗാ പിക്സൽ തന്നെ ആയിരിക്കും നമുക്ക് യൂസ് ആവുന്ന, പക്ഷേ JPEG ആയിരിക്കും നിങ്ങളുടെ ഫോർമാറ്റ് വരെ എല്ലാ ഡിവൈസസിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഒരു ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഒന്ന് മനസ്സിൽ വയ്ക്കുക. പിന്നെ നമുക്ക് ക്യാമറ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പോർട്രേറ്റ് മോഡുണ്ട്. പോർട്രേറ്റ് മോഡ് എത്തുന്നതിന് നമുക്ക് പോർട്രേറ്റ് മോഡിൽ നമുക്ക് ഇത്തരത്തിൽ ലെൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ള നിങ്ങൾക്ക് കുറച്ചും കൂടെ അടുത്തുള്ള ലെൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ പോർട്രേറ്റ് മോഡിലുള്ളൊരു ചെറിയൊരു പോരായ്മയെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇപ്പം നോർമൽ 16 സീരീസൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് പോർട്രേറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് ആ തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റ് മോഡിൽ തന്നെ ഫോട്ടോ എടുത്താൽ മാത്രമേ നമുക്കത് പോർട്രേറ്റ് മോഡിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നോർമൽ ഫോട്ടോ എടുത്തിട്ട് നമുക്കത് പോർട്രേറ്റിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഈ ഒരു പോർട്രേറ്റ് മോഡിൽ വന്നിരിക്കുന്ന ചെറിയൊരു പോരായ്മയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോർട്രേറ്റ് മോഡ് കണ്ടു. ഇനി അടുത്ത നമുക്ക് ഇതിനകത്ത് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് എല്ലാ ഫോൺസിലും ഉള്ളതായിട്ട് അറിയാം. നമ്മുടെ 16 സീരീസിലൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ സീരീസ് ഫോൺസിലൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണിൽ ഉള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കണ്ടിട്ട് നമുക്ക് ആ പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പ് ഇപ്പം നമ്മുടെ 16 സീരീസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്ക്വയർ സാധനമൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു തരം ഫോൺസിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങളിപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു ഫോണിലുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ സെക്ഷനിലേക്ക് പോകാം. വീഡിയോ സെക്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. വീഡിയോ സെക്ഷനിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് പല റെസൊല്യൂഷൻ നമുക്കിവിടെ മുകളിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നമുക്ക് ഫോണിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് വരാം. അപ്പം വീഡിയോസ് എടുക്കാനായിട്ട് നമ്മൾ എടുത്താണെങ്കിൽ തന്നെ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. താഴേക്ക് വന്ന് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യുക. റെക്കോർഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നതാണ്. റെക്കോർഡ് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബേസിക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഫോണിൽ ഇപ്പം കറൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് 4K 30 എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് ഉണ്ട്. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 4K 30 ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ലൊരു ഫോർമാറ്റിൽ നമുക്കിത് ഷൂട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സെറ്റിങ്സ് എടുക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ലഭിക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4K 30 എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടും ഹയർ റെസൊല്യൂഷൻ നമുക്ക് 350 MB ആണ് വരിക. പക്ഷേ നമ്മൾ 4K 60 ഇടുമ്പോൾ നമുക്ക് 400 MB അടുപ്പിച്ച് നമുക്കിവിടെ മെമ്മറി ആവുന്നുണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഷോ പാൽ ഫോർമാറ്റ് നമ്മൾ ഓഫ് ചെയ്തിടുക. പാൽ ഫോർമാറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. HDR എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തിടുക. കാരണം അത് കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഓഫ് ചെയ്തിടാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ലോക്ക് വൈറ്റ് ബാലൻസ് ആകുന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ എപ്പോഴും ഇനേബിൾ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ കളേഴ്സൊക്കെ നമ്മൾ ഫോക്കസൊക്കെ ലോക്ക് ചെയ്ത് വൈറ്റ് ബാലൻസ് ഒക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ മാറി വേറെ ഒരു സീൻ വരുന്ന സമയത്ത് നമുക്ക് വൈറ്റ് ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് മാറുമ്പോൾ നമ്മുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വേണ്ട. നമ്മൾ ലോക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ആ ഒരു വൈറ്റ് ബാലൻസ് തന്നെ ത്രൂ ഔട്ട് നമ്മുടെ വീഡിയോസിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരേ വൈറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും നമ്മുടെ വീഡിയോസിൽ വരിക. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ലുക്കായിരിക്കും നമ്മുടെ ആ വീഡിയോസിന് തരിക. കുറച്ചും കൂടി നല്ല ബെറ്റർ ക്വാളിറ്റിയും നമുക്ക് ആ ഒരു വീഡിയോസിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് നിങ്ങളുടെ ഫോണിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ എടുക്കാം. ക്യാമറ എടുത്തിട്ട് നമുക്ക് വീഡിയോസിൽ പോകാം. വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസാണ് നമ്മുടെ ഈ ഒരു ഫോണിൽ വരുന്നത്. ഇവിടെയും നമുക്ക് ലെൻസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോ സെക്ഷൻ വരുമ്പോൾ നമുക്ക് ഉള്ളൊരു പോരായ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആക്ഷൻ മോഡും വരുന്നില്ല. നമുക്ക് സിനിമാറ്റിക് മോഡും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നില്ല. അപ്പോൾ ആക്ഷൻ മോഡെന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആക്ഷൻ മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് സിനിമാറ്റിക് മോഡ് വരുന്നത്. സിനിമാറ്റിക് മോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വളരെ നല്ല സ്മൂത്തായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് എടുക്കാനാണ് നമ്മൾ സിനിമാറ്റിക് മോഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് മോഡ് നമുക്ക് ഈ ഒരു ഫോണിലില്ല. നമുക്കിപ്പം സ്റ്റെബിലൈസേഷന് വേണ്ടി ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു പോരായ്മയാണ്. പക്ഷേ നിങ്ങൾ കൂടുതൽ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമുക്ക് വളരെ നല്ല ഔട്ട്പുട്ട് ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. നോർമലായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ ഈ ഒരു ഫോൺ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ബേസിക്കായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പ്രൊഡക്ഷൻ അങ്ങനെ രീതിയിലൊക്കെ പോകുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് അത്തരത്തിലുള്ള വലിയ വലിയ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സെക്ഷനിൽ വന്ന വേറൊരു പുതിയതായിട്ട് വന്നൊരു ഫീച്ചറിനെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തായിട്ടുണ്ട്. വീഡിയോ എടുത്ത് ഈ വീഡിയോയുടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ നോക്കിയാൽ കണ്ടും ഇൻഫ്രെയിം ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, സിനിമാറ്റിക് ഉണ്ട്. അപ്പോൾ ഇൻഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ മുമ്പിലുള്ള ആ ഒരു മൈക്ക് യൂസ് ചെയ്ത് മാത്രമേ ഇതിനകത്തുള്ള വീഡിയോയിലുള്ള ഓഡിയോ റെക്കോർഡ് ആവത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ പുറകെ നിന്ന് എന്ത് പറഞ്ഞാലും ആ ഒരു വീഡിയോയിൽ ആ സൗണ്ട് വരത്തില്ല.
അപ്പോൾ നമുക്കിവിടെ വേറെ സ്റ്റുഡിയോ ഉണ്ട്, സിനിമാറ്റിക് ഉണ്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെയധികം പ്രത്യേകത ഉള്ള വീഡിയോസാണ്. ഇപ്പോൾ ഇൻ ഫ്രെയിം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പുറകെ നിന്നിട്ട് ഏതെങ്കിലും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് ഈ പുറകെ നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ ആ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ കുറച്ച് ഓപ്ഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്ന മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആപ്പിൾ തന്നെ ജനറേറ്റ് ചെയ്തെടുത്ത C1 എന്ന് പറഞ്ഞൊരു മോഡം നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ C1 എന്ന് പറയുന്ന മോഡം യൂസ് ചെയ്ത് അത്യാവശ്യം വളരെ നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ Qualcommൻ്റെ അത്രയും പെർഫോമൻസ് നമുക്ക് അതിനകത്ത് ലഭിക്കില്ല. കാരണം Qualcomm ചിപ്പ് വരുന്ന എല്ലാ ഫോൺസിലും നമുക്ക് MM-Wave എന്ന് പറയുന്നൊരു ആൻറ്റീന അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ MM-Waveൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് അത്യാവശ്യം വളരെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് ആ ഒരു MM-Wave വരുന്നില്ല. കാരണം അത് ഇതിനകത്ത് നമുക്ക് വരുന്നത് C1 എന്ന് പറഞ്ഞ മോഡാണ് വരുന്നത്. അതിനകത്ത് MM-Wave വരുന്ന രീതിയിലല്ല ഈ ഒരു ആപ്പിൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു MM-Wave വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ബാറ്ററി ലൈഫ് കിട്ടുന്നു. കാരണം ആ ഒരു തരത്തിൽ ഹയർ സ്പീഡൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ലൈഫ് പെട്ടെന്ന് തന്നെ കുറയുന്നതായിരിക്കും. C1 എന്ന് പറയുന്ന മോഡ് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കുറച്ച് യൂസ് ചെയ്തതിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എൻ്റെ 2 സിം ഈ ഒരു ഫോണിൽ തന്നെയാണ് ഉള്ളത്. എനിക്ക് മൊബൈൽ ഡേറ്റയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പീഡ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു MM-Waveൻ്റെ ഒരു പെർഫോമൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും ഇത് എടുക്കാറില്ല. നമ്മളിപ്പോൾ ഈ ഒരു MM-Wave എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം റിസപ്ഷൻ ഇല്ലാത്തൊരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡിലുള്ള വേരിയേഷനും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്നാലും നമുക്ക് ഈ ഒരു C1 മോഡത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ നമ്മളൊരു നോർമൽ യൂസ് കേസിൽ നമുക്ക് ഈ ഒരു C1 മോഡത്തിൻ്റെയും MM-Waveൻ്റെയും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവത്തില്ലെന്നാണ് നമുക്ക് ഈ ഒരു യൂസേജ് കേസിൽ നമുക്ക് മനസ്സിലാവും. നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആർക്കും അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് 6.1 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു OLED ഡിസ്പ്ലേ കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലാക്ക് കളർ വാൾപേപ്പർ ഇട്ട് ഒരു ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ എല്ലാത്തിലും ഞാൻ ഡാർക്ക് മോഡ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള വാൾപേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ലോക്ക് സ്ക്രീൻ നോക്കിയാലും അതിനകത്തും അത്യാവശ്യം ബ്ലാക്ക് ആയിട്ടുള്ളൊരു വാൾപേപ്പറാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നേരെ നമ്മൾ താഴേക്ക് വന്നിട്ട് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എടുക്കുക. അവിടെ വന്നിട്ട് നിങ്ങൾ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്തിട്ട് ഇവിടെ ട്രൂ ടോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും ഇനേബിൾ ചെയ്യുക. ട്രൂ ടോൺ ഇനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള അതേ അനുസരിച്ചുള്ള ലൈറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത സെറ്റിംഗ് എന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയിൽ പോവുക, ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എടുക്കുക. ഇവിടെ വന്നിട്ട് നിങ്ങൾ റെഡ്യൂസ് ട്രാൻസ്പെറൻസി ഇനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ താഴേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് നിങ്ങൾ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള സെറ്റിങ്സ് നിങ്ങൾ ഡിസ്പ്ലേയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ബാറ്ററി ലൈഫ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഓട്ടോ ബ്രൈറ്റ്നസ് വരുമ്പോൾ നമ്മുടെ യൂസേജ് അനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഫോൺ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലി നമ്മൾ ബ്രൈറ്റ്നസ് കൂടുന്ന സമയത്ത് നമ്മൾ കൂടുതലൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. കൂടുതൽ ബ്രൈറ്റ്നസ് കൂടുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ലൈഫും കുറയുന്നതായിരിക്കും. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ബാറ്ററി ലൈഫാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ലൈഫ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ സെക്ഷനും കൂടെ പോയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി എടുക്കുന്നുണ്ട്. ബാറ്ററി എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണണമെങ്കിൽ നിങ്ങൾ ബാറ്ററി പെർസെൻറ്റേജ് ഒന്ന് ഈ ടോഗിൾ ഇനേബിൾ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇനേബിൾ ചെയ്യും. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യേണ്ടതിനകത്ത് ചാർജിങ് എന്ന സെക്ഷൻ ഉണ്ട്. ചാർജിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി എത്രത്തോളം ചാർജ് ആവണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും 100% നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ ഒത്തിരി കാലത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും 100% ലിമിറ്റിൽ വെക്കരുത്. 100% വെക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് കൂടുന്നതായിരിക്കും. സൈക്കിൾ കൗണ്ട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബാറ്ററിയുടെ പെർഫോമൻസ് കുറയുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ അവിടെ 90 ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 90 ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫോണിൽ ഇതൊരു ചെറിയ ഫോണാണ്, പക്ഷേ നമുക്ക് 90% വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ചാർജ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഒത്തിരി ഒരു 90% ചാർജ് ആകുമ്പോൾ നമുക്ക് ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു 1.5 ദിവസത്തേക്കൊക്കെ നമുക്ക് ചാർജ് ഈ 90% ലിമിറ്റിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് കൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ഫോണിൽ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നത് 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. പക്ഷേ വയർലെസ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സേഫ് ഈ ഒരു ഫോണിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു മാക്സേഫ് ഉള്ള കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സേഫ് ആക്സസറിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സേഫ് ചാർജിങ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സേഫ് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു ഫോൺ ഡയറക്റ്റ് കേസ് ഇല്ലാതെ എടുത്ത് ഏതെങ്കിലും മാക്സേഫിൻ്റെ ചാർജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അവിടെ ഇരിക്കത്തില്ല, ഫോൺ താഴെ വീഴുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കേസ് മാക്സേഫിൻ്റെ കേസ് യൂസ് ചെയ്തിട്ട് മാത്രം മാക്സേഫ് ചാർജേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്ന 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ്. അത് വളരെ സ്ലോ ആയിട്ടുള്ള സ്പീഡാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 7.5 വാട്ടിൻ്റെയൊക്കെ ചാർജറൊക്കെ ആ ഒരു സ്പീഡുള്ള ഫോണായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചാർജേഴ്സ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുക. മാക്സിമം നിങ്ങൾ കേബിൾ യൂസ് ചെയ്ത് തന്നെ ഒരു ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ബാറ്ററി ചൂടാവാതെ ഇരിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫോൺ ചാർജായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പോൾ അതിനെ നമുക്ക് ക്യാമറ നേരത്തെ നോക്കാം. ക്യാമറയിൽ നമുക്കൊരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈഡായിട്ടുള്ള ഷോട്ട്സ് എടുക്കാൻ പറ്റില്ല. ഒപ്പം നിങ്ങൾക്ക് മാക്രോ ഷോട്ട്സും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത ഒത്തിരി അധികം ക്ലോസ് ആയിട്ടുള്ള ഷോട്ട്സൊക്കെ എടുക്കുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫോട്ടോസൊന്നും ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊരു പോരായ്മ നമുക്ക് മാക്സേഫ് ആണ്. മാക്സേഫ് എന്ന് പറയുന്നൊരു മെയിൻ ഇപ്പോൾ ഒരു പോരായ്മ എല്ലാവർക്കും ഇപ്പം ഫീൽ ചെയ്യുന്നൊരു പ്രശ്നം അത് തന്നെയാണ്. ഇപ്പം ഞാനും പെട്ടെന്ന് തന്നെ ഈ ഫോൺ എടുത്തപ്പം ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മാക്സേഫ് ഹോൾഡേഴ്സിലൊന്നും എനിക്കൊരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ആക്സസറി നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കേസ് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് മാക്സേഫിൻ്റെ ആക്സസറീസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം കാറിലൊക്കെ എല്ലാവർക്കും മാക്സേഫിൻ്റെ ഹോൾഡർ ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ മാക്സേഫിൻ്റെ ചാർജേഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ആക്സസറി യൂസ് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു കേസ് ഇടേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ കേസ് ഇട്ടിട്ട് നിങ്ങളാണ് ഒരു മാക്സേഫ് ചാർജർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേസ് ഇടുമ്പം എല്ലാവർക്കും അറിയാം ഫോൺ ചൂടാവുന്നതാണ്. ചൂടാകുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ആ ഒരു എഫക്റ്റ് വരുന്നതായിരിക്കും. ബാറ്ററിയിൽ എഫക്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ലൈഫ് കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും ഈ ഒരു ഫോണിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേസ് യൂസ് ചെയ്യരുത്. നിങ്ങൾ വയർലെസ് ചാർജർ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ മറക്കുക. നിങ്ങൾ കേബിൾ വഴി മാത്രം ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ലൈഫ് പെട്ടെന്ന് തന്നെ കുറയുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഇതിനകത്ത് ഫോൺ വന്നിരിക്കുന്ന വേറെ പോരായ്മയെന്ന് പറഞ്ഞാൽ നമുക്കിരുന്ന അൾട്രാ വൈഡ് ബാൻഡ് എന്ന് പറയുന്നൊരു ഫീച്ചർ നമുക്ക് ഈ ഫോണിനകത്ത് വരുന്നില്ല. ഇപ്പോൾ ഈ അൾട്രാ വൈഡ് ബാൻഡ് എന്താണ് യൂസ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ എയർപോർട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ എയർ ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഏത് ലൊക്കേഷനാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. ഈ സ്ഥലത്തോടാണ് പോകേണ്ടതെന്ന് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അൾട്രാ വൈഡ് ബാൻഡ് നമുക്ക് ഈ ഫോണിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ട്രാക്കിംഗ് ഒന്നും നമുക്കിതിനകത്ത് നടക്കത്തില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനകത്തുള്ള ചെറിയ പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് എല്ലാവരും പറയും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കരുത്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എടുക്കരുത്, നിങ്ങൾ 15 സീരീസ് അങ്ങനെയുള്ള ഫോൺസൊക്കെ പോയി എടുക്കാമെന്ന് ഒത്തിരി പേര് പറയും. ഇപ്പോൾ ഞാൻ പറയും ഈ ഫോൺ ആർക്കൊക്കെയാണ് എടുക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളൊരു 15 സീരീസ് ഫോണാണ് യൂസ് ചെയ്യുന്നത്, അതായത് 15 Pro അല്ല, 15 Proയ്ക്ക് താഴോട്ടുള്ള ഏത് ഡിവൈസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് ഈ ഒരു ഫോൺ ബെറ്റർ ആയിരിക്കും. പ്രോ ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഫോൺ വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് 15 Proയ്ക്ക് തൊട്ട് താഴോട്ടുള്ള ഏത് ഡിവൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം 15 Pro മുതലേ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുള്ളൂ. ഈ ഫോണിനകത്ത് നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. ഒത്തിരി നാളത്തേക്ക് നമുക്ക് പുതിയ സോഫ്റ്റ്വെയർ ആണ് A18 ചിപ്പാണ് വരുന്നത്. പിന്നെ അത് 18.4 ആണ് ഇപ്പോൾ ഈ ഫോൺ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ നാളത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോണിനകത്തായിരിക്കും വരിക. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ചെറിയ നല്ല ഫോം ഫാക്ടറാണ്. പിന്നെ നമുക്കിതിനകത്ത് 15 സീരീസും 16 സീരീസും നോക്കുവാണെങ്കിലും ബേസ് ആയിട്ടുള്ള 15ഉം 16 സീരീസും നോക്കുവാണെങ്കിൽ അതിൻ്റെ രണ്ട് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഫോണിനകത്താണ് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആപ്പിളിൻ്റെ ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ iPhone 15ഉം iPhone 16ഉം ഈ ഒരു 16e എടുത്തിട്ട് ബാറ്ററി ലൈഫ് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 16eക്കാണ് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുക. കാരണം ഇതിനകത്ത് C1 എന്ന് പറയുന്ന മോഡം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ബാക്കിയുള്ള ഫോൺസിലൊക്കെ നമുക്ക് കൂടുതൽ റിഫ്രഷ് റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാറ്ററി ലൈഫ് ഡ്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയും OLED ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് C1ൻ്റെ മോഡം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് വേണം, അത്യാവശ്യം പുതിയ ഫോണായിരിക്കണം, ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യണം, കൂടുതൽ നാളത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വേണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ 15 Pro മുതൽ മുകളിലോട്ടുള്ള ഏത് പുതിയ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു ഫോണിൽ നിന്നുള്ള ഫുൾ പെർഫോമൻസ് ലഭിക്കാനുള്ള സെറ്റിങ്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സൊക്കെ നിങ്ങളുടെ ഫോണിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഞാൻ ഒരു സെറ്റിങ്സ് ഇതിനകത്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു സെറ്റിങ്സ് അറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഇനിയും നമുക്ക് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ പരപ്പെട്ട ലൈക്ക് അപ്പോൾ കൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. See you.